ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരങ്ങളും മരണത്തിന്റെ രുചി ആസ്വദിക്കുമെന്നുള്ളതാണ്. എത്ര വലിയ കുബേരനായാലും കുചേലനായാലും പണിക്കാരനായാലും പണക്കാരനായാലും മണിമാളികകളിൽ അന്തിയുറങ്ങുന്നവനായാലും പ്രിയപ്പെട്ടവരെ, ആ മരണമെന്നുള്ള വാസ്തവത്തിന്റെ മുമ്പിൽ ചെന്നെത്തിപ്പെടേണ്ടുന്ന ഒരു ദിവസം നമുക്കൊക്കെ വരാനുണ്ട്. ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ മരണമെന്നുള്ള വാസ്തവം ഏറ്റവും നല്ല രൂപത്തിൽ അനുഭവിക്കാൻ കഴിയുക ആർക്കാന്നറിയോ? നല്ല സമ്പത്തുള്ളവൻക്കാണോ? അല്ല. അധികാരമുള്ളവൻക്കാണോ? അല്ല. മറിച്ച് തൗഹീദ് അനുസരിച്ചു കൊണ്ടുള്ള ജീവിതം ഇവിടെ ആര് പുലർത്തിയോ, തൗഹീദ് അനുസരിച്ചു കൊണ്ടുള്ള ജീവിതവുമായി ആരിവിടെ കടന്നുപോയോ, ജീവിതത്തിൽ തൗഹീദുമായി കടന്നുപോയ ആളുകൾ ആരൊക്കെയുണ്ടോ അവർക്ക് സമാധാനപൂർണമായി കൊണ്ടുള്ള മരണമാണ്. ജീവിതത്തിൻ്റെ ഏതേത് പ്രയാസങ്ങളും ഏതേത് ബുദ്ധിമുട്ടുകളും മാറാത്ത രോഗങ്ങളും വേവലാതികളും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അള്ളാനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. എത്രയെത്ര ആളുകളാണ് ഇന്ന് തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ളത്. അള്ളാഹുവേ എന്ന് വിളിക്കേണ്ടതിന് പകരം മരിച്ചുപോയ മഹാത്മാക്കളോട് അതാ അവർ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നമസ്കാരങ്ങളിലൂടെ സൂറത്തുൽ ഫാത്തിഹയിലൂടെ നമ്മൾ പറഞ്ഞു പോയതെന്താ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു അല്ലാ, നിന്നോട് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അല്ലാ എന്ന് പ്രഖ്യാപിച്ച മുസ്ലിം നാമകാരികളായിട്ടുള്ള ആളുകള് ജീവിതത്തിലേക്കൊരു പ്രയാസവും ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കടന്നു വരുമ്പോഴേക്കും അവനതാ പോവുകയാണ്, മക്ബറകളിലേക്കതാ പോവുകയാണ്, മഹത്തുക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു ദുരവസ്ഥയിലേക്ക് പ്രിയപ്പെട്ടവരെ ഒരിക്കലും നമ്മൾ എത്തിപ്പെടാൻ പാടില്ല. ഒരിക്കലും നമ്മൾ എത്തിപ്പെടാൻ പാടില്ല. ഈ ഒരു ദൗത്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുൻഗാമികളായിട്ടുള്ള പ്രവാചകന്മാർ അവരുടെ സമൂഹത്തോട് പറഞ്ഞത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂല. ഓരോ സമൂഹത്തിലേക്കും നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ ദൂതന്മാരെല്ലാം അവിടെ പോയിട്ട് ആദ്യമായി പ്രഖ്യാപിച്ചത് അനിഅ്ബുദുല്ലാഹ്, അല്ലാഹനെ മാത്രം നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കണേ എന്നാണ്. ഓക്കെ, നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദൗത്യം ആ പ്രവാചകന്മാർ ഏറ്റെടുത്ത ദൗത്യം, ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കൂട്ടുകാർക്കിടയിൽ, നമ്മുടെ കുടുംബക്കാർക്കിടയിൽ, നമുക്കറിയുന്നവർക്കിടയിൽ ഈ തൗഹീദിന്റെ വെള്ളിവെളിച്ചം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ മരണമെന്നുള്ള വാസ്തവം നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പേ പ്രിയപ്പെട്ടവരെ നമ്മുടെ തൗഹീദ് നമ്മൾ പ്യൂറാക്കണം. തൗഹീദ് അനുസരിച്ചു കൊണ്ടുള്ള ജീവിതം നമ്മൾ ക്ലിയറാക്കണം. തൗഹീദ് അനുസരിച്ചു കൊണ്ടുള്ള ജീവിതത്തിലൂടെ നമ്മൾ കടന്നുപോയാൽ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നമ്മൾ ദുഃഖിക്കേണ്ടി വരുന്ന ഒരവസ്ഥയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുൻഗാമികളായിട്ടുള്ള പ്രവാചകന്മാർ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെക്കുറിച്ച് റബ്ബ് പറഞ്ഞത് എന്താണ്? ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. നബിയേ, താങ്കൾ മരിക്കുന്നവനാകുന്നു, അവരും മരിക്കുന്നവനാകുന്നു. ഇവിടെ പറഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന സന്ദർഭങ്ങളിലൂടെ എത്രയെത്ര പ്രയാസങ്ങളാണ് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരാളെപ്പോലും നോവിക്കാതെ, ഒരാളുടെ അഭിമാനത്തിന് പോലും ക്ഷതം വരുത്താതെ ഏറ്റവും ഉത്തമനായി നടന്ന നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുമ്പോൾ പ്രയാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഹലാലും ഹറാമും വേർതിരിക്കാതെ ഹക്കും ബാത്തിലും നോക്കാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ എത്രത്തോളം പ്രയാസപ്പെട്ടു പോകും എന്നുള്ള ഒരു ചിന്ത പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും
ഈ ഒരു സന്ദർഭത്തിൽ ഒന്ന് ചിന്തിക്കുവാനുണ്ട്. അള്ളാഹു നമ്മുടെ ആഖിബത്തിനെ നമുക്ക് നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് നമുക്ക് ആർക്കും ഒരു സംശയവുമില്ല, ഈ ലോകത്ത് നിന്ന് ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ പറഞ്ഞു പോകും. അങ്ങനെ മരിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, അതിന് ഏക വഴി എന്ന് പറഞ്ഞ എന്തുള്ളൂ? ജനിക്കാതിരിക്കുക എന്നുള്ളതാണ്, അല്ലേ? ആ മഹാനായ പ്രവാചകൻ നമ്മുടെ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യനിമിഷങ്ങളിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കുകയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, നബിയേ, അങ്ങക്ക് പ്രയാസമുണ്ടോ? അങ്ങക്ക് വേദനയുണ്ടോ? അങ്ങക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടി, ഇന്നലിൽ മൗതി സകറാത്ത്, മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട് ആയിഷ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു വേദന, ആ മരണത്തിൻ്റെ ആ ഒരു അവസ്ഥ, ആ ഒരു വേദന നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹിച്ചിട്ടുണ്ട്. അതിനെ സഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എന്താണ് ആ റബ്ബിങ്കിലേക്ക് മാറ്റിവെക്കാൻ വേണ്ടി നമ്മൾ കരുതി വെച്ചിട്ടുള്ളത്? അല്ലേ? ഒരാൾക്കും ഒരാളെപ്പോലും സഹായിക്കാൻ കഴിയാത്ത, ഒരാളുടെ അധികാരമോ പദവികളോ അവൻക്ക് മെച്ചപ്പെടുത്താൻ കഴിയാത്ത, അവൻ്റെ സമ്പത്തോ അവൻ്റെ അധികാരമോ അവനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവനക്ക് കഴിയാത്ത ഒരു സന്ദർഭമാണ്. അല്ലാഹ് പറയുകയാണ്, ഐനമാ തകൂനൂ യുദ്രികുമുൽ മൗതു വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ എവിടെയായിരുന്നാലും ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. കൊട്ടിയടക്കപ്പെട്ട കോട്ടകൾക്കുള്ളിൽ നിങ്ങൾ പോയി ഒളിച്ചാലും, നിങ്ങൾ വലിയ സമ്പത്തുള്ളവനാണോ, അധികാരമുള്ളവനാണോ, പവറുള്ളവനാണോ, സൗന്ദര്യമുള്ളവനാണോ, അതൊന്നും അവിടെ പ്രശ്നമില്ല. നിങ്ങൾ എവിടെയായിരുന്നാലും, കൊട്ടിയടക്കപ്പെട്ട കോട്ടകൾക്കുള്ളിൽ നിങ്ങൾ പോയിരുന്നാലും ആ മരണം നിങ്ങളെ പിടികൂടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക, എൻ്റെ മരണം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ റബ്ബിന് വേണ്ടി ഞാൻ എന്ത് ഒരുക്കി വെച്ചു? ഇപ്പം നമ്മളോടൊരാൾ ചോദിക്കുകയാണ്, അല്ല എന്തൊക്കെയാണ് നിൻ്റെ വിശേഷങ്ങളെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാ റാഹത്താന്ന് പറയും, അല്ലേ? അത് കഴിഞ്ഞ് ആ സഹോദരൻ നമ്മളോട് ചോദിക്കുകയാണ്, മക്കൾക്ക് വേണ്ടി എന്താപ്പോ എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് പറയാൻ ഒരുപാട് മറുപടി ഉണ്ടാവും. എന്നാൽ നിന്റെ പരലോകത്തെ രക്ഷയ്ക്ക് വേണ്ടി, നാളെ പരലോകത്ത് നിനക്ക് വേണ്ടി നീ എന്ത് മാറ്റിവെച്ചു എന്ന് ചോദിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, പറയാൻ നമ്മുടെ അടുക്കൽ മറുപടി ഉണ്ടോ? നമ്മുടെ മുൻഗാമികൾ എങ്ങനെ ഇരുന്നറിയൂ? ഒരു സ്വഹാബി മറ്റൊരു സ്വഹാബിനെ കണ്ടുമുട്ടുമ്പോൾ ചോദിക്കുകയാണ്, താങ്കൾ ഇപ്പോൾ എവിടെയാണ്? ആ സ്വഹാബി കൊടുക്കുന്ന മറുപടി, ഞാനിപ്പോൾ സിറാത്തു പാലത്തിലാണെന്നാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലുടനീളം, സമൂഹത്തിലുടനീളം, കുടുംബത്തിലുടനീളം ജീവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പോലും സ്വഹാബത്തിന്റെ ചിന്ത പരലോകമാണെങ്കിൽ വൽ ആഖിറതു ഖൈറും വഅബ്ഖാ, എന്നെന്നും അവശേഷിച്ചു നിൽക്കുന്നത് ആ പരലോകമാണ് എന്നുള്ള ആ ഒരു വല്ലാത്ത ആയത്തിന്റെ ആ വിശാലത മനസ്സിലാക്കിയവരായിരുന്നു സ്വഹാബത്ത്, അല്ലേ? റമദാനിന്റെ ദിനരാത്രങ്ങളിലൂടെ, വിത്ർ നമസ്കാരത്തിലൂടെ, സൂറത്തുൽ അഅലയിലൂടെ ഈ പാരായണം, ഈ ആയത്ത് പാരായണം ചെയ്ത് കടന്നു പോകുമ്പോ, പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ, പടച്ചോനെ ആ പരലോകത്തിൽ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്? അതുകൊണ്ട് ആ മരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറായിട്ട് നിൽക്കണം. എങ്ങനെ? തൗഹീദ് അനുസരിച്ചു കൊണ്ടുള്ള ജീവിതം ക്രമീകരിച്ചുകൊണ്ട്. ഒരു യാത്രക്കാരൻ ഒരു യാത്രക്ക് വേണ്ടി ഒരുങ്ങുന്നവനെ പോലെ ഒരുങ്ങി നിൽക്കണം. പ്രിയപ്പെട്ടവരെ, മരണത്തിന് വേണ്ടിയിട്ട് ആർക്കാണ് നമ്മെ രക്ഷപ്പെടുത്താൻ കഴിയുക? ആർക്കാ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുക? അല്ലേ? നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ പൊന്നുമോനെ സ്കൂളിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ കോളേജിലേക്ക് പോകുമ്പോൾ, ഉപ്പാ ഞാൻ കോളേജിലേക്കാണ്, ഞാൻ എൻ്റെ മദ്രസയിലേക്കാണ്, ഞാൻ വരാട്ടോ എന്ന് പറഞ്ഞു പോകുമ്പോൾ, അത് കേൾക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ചിന്തിക്കുകയാണ്, എൻ്റെ കുട്ടി പോകുന്നത് കോളേജിലേക്കാണ്. എന്നാൽ ആ ഒരു പോക്ക് മരണത്തിലേക്കാണെന്ന് പറയാൻ, അത് മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്കാർക്കും കഴിയുന്നില്ല.
നമുക്കാർക്കും കഴിയുന്നില്ല. അതുകൊണ്ട് റബ്ബ് പറഞ്ഞത് എന്തെന്നറിയുമോ? വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. നിന്റെ ജീവിതത്തിലേക്ക് പടച്ച റബ്ബ് നിശ്ചയിച്ച ആ മരണത്തിന്റെ അവധി അങ്ങ് വന്നെത്തിക്കഴിഞ്ഞാൽ ഒരു മൈക്രോ സെക്കൻഡ് പോലും പടച്ച റബ്ബ് നിനക്ക് പിന്തിപ്പിച്ചു തരുന്നതെല്ലാം. നീ വലിയ സർക്കാർ ഉദ്യോഗസ്ഥനാകാം, നീ വലിയ പ്രാസംഗികനാകാം, നിയമപാലകനാകാം, അതല്ലെങ്കിൽ ലോകം ഏറ്റവും കൂടുതൽ അതിൻ്റെ തുടിപ്പുകൾ മനസ്സിലാക്കുന്നവനാകാം. പക്ഷേ പടച്ച റബ്ബ് നിന്റെ ആ ഒരു സമയത്ത് നിന്ന് നിന്റെ ആ ഒരു അവസ്ഥയിലേക്ക് റബ്ബ് നിനക്ക് വിട്ടുതരുന്നില്ല. ആ ഒരു സത്യം പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു മരണം നമ്മുടെ അടുക്കിലേക്ക് എത്തുമ്പോൾ, ഈ ഒരു മരണം നമ്മുടെ അടുക്കലേക്ക് എത്തുമ്പോൾ മാലാഖന്മാർ നമ്മളെ ഏത് രൂപത്തിലാണ് നമ്മെ സ്വീകരിക്കുക? പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു സഹോദരിമാരെ. പരിശുദ്ധ ഖുർആൻ 2 മരണത്തിന്റെ ലക്ഷണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിച്ചു. എന്തിനു വേണ്ടി? നമ്മുടെ നന്മക്ക് വേണ്ടി. അതിനു മുമ്പ് നമ്മുടെ മുൻഗാമികളുടെ ജീവിതം നമ്മൾ എടുത്ത് പരിശോധിക്കണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പഠിക്കാത്തവരാരും ഈ സദസ്സിൽ ഉണ്ടാവുകയില്ല. ആരാ പ്രിയപ്പെട്ടവരെ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് അബൂ ഹുറൈറ, പൂച്ചക്കുട്ടിയുടെ പിതാവ് എന്ന ആ ഒരു അപരനാമത്തിലൂടെ അറിയപ്പെട്ട മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ഓരോ നന്മകളെയും ഹദീസുകളെയും ജനലക്ഷങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത സഹാബി വര്യൻ കരയാണ്. നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കരഞ്ഞിട്ടുള്ള ആളുകളാണ് അല്ലേ? നമ്മൾ കരഞ്ഞ എന്തിനു വേണ്ടിയിട്ടാ പ്രിയപ്പെട്ടവരെ? നമ്മൾ കരഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാ? ഒരു പക്ഷേ ദുനിയാവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, നാളെ വരാനിരിക്കുന്ന നമ്മുടെ കച്ചവടത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണെങ്കിൽ, നമ്മുടെ ജീവിത വരുമാനത്തെ കുറിച്ചിട്ടാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരയുകയാണ്. ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിലൂടെ കൂടെയുള്ള സ്വഹാബത്ത് ചോദിക്കുന്നു, അബൂ ഹുറൈറ, എന്തിനാണ് താങ്കൾ കരയുന്നത് എന്ന് ചോദിക്കുന്ന സന്ദർഭങ്ങളിലൂടെ, താങ്കൾ ഒരുപാട് നന്മകൾ സമൂഹത്തിന് എത്തിച്ചു കൊടുത്ത വ്യക്തിയല്ലേ, എന്തിനാണ് താങ്കൾ കരയുന്നത് എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്തെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? വസ്സാദു ഖലീലുൻ വസ്സഫറു തവീൽ. എനിക്കുള്ള യാത്രയോ അത് വിദൂരമായ യാത്രയാണ്. എൻ്റെ അടുക്കലുള്ള പാതയം അത് വളരെ വിരളമാണ്, കുറവാണ്. 2 മറുപടിയാണ് കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, ആലോചിക്കാൻ കഴിയുമോ നമുക്ക്? നമ്മുടെയൊക്കെ മരണത്തിൻ്റെ സന്ദർഭങ്ങളിലൂടെ ഒന്ന് വാവിട്ട് കരയാൻ, പരലോകത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് കരയുവാനുള്ള ഒരു സമയം പടച്ച റബ്ബ് നമുക്ക് തരുമോ? നമ്മൾ ചിന്തിക്കുക. അദ്ദേഹം പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വസ്സഫറു തവീൽ. എനിക്കുള്ള യാത്രയോ അത് വിദൂരമായി കൊണ്ടുള്ള യാത്രയാണ്. എൻ്റെ മരണം കഴിഞ്ഞ്, എൻ്റെ ഖബർ ജീവിതം കഴിഞ്ഞ്, എൻ്റെ ബർസഖിയായ ജീവിതം കഴിഞ്ഞ് എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ പരലോകത്തിലേക്ക് എത്തി നിൽക്കുമ്പോ, എൻ്റെ റബ്ബ് എന്നെ വിചാരണ ചെയ്യുമ്പോ, എൻ്റെ അമലുകളെ പടച്ച റബ്ബ് എൻ്റെ മുമ്പിൽ നിവർത്തി വെക്കുമ്പോ, എൻ്റെ റബ്ബ് എന്നെ എങ്ങനെ പരിഗണിക്കുവാനാണ് എന്നുള്ള വല്ലാത്ത ഒരു വേദന, ഒരു ആബലാതി എനിക്കുണ്ട്. പക്ഷേ വസ്സാദു ഖലീൽ, എൻ്റെ അടുക്കലുള്ള അമലുകൾ വളരെ കുറവാണല്ലോ സ്വഹാബ എന്നാണ്. ഒരു ജുമാ അങ്ങോട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ തീരുമാനിച്ചു ഞാൻ സ്വർഗത്തിലാണ്. റമദാന് 30 ദിവസം നോമ്പെടുത്തപ്പോൾ നമ്മൾ കരുതി ഞാൻ സ്വർഗത്തിലാണ്. ഫിത്ർ സക്കാത്ത് കൊടുത്തപ്പോൾ നമ്മൾ കരുതി ഞാൻ സ്വർഗത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നില്ല. അദ്ദേഹം കരയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എൻ്റെ റബ്ബ് നാളെ പരലോകത്ത് എന്നെ എങ്ങനെ പരിഗണിക്കുമെന്നുള്ള ചിന്തയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു രൂപത്തിലാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം കടന്നു വരേണ്ടത്. ഈ ഒരു രൂപത്തിലേക്ക് നമ്മൾ എപ്പോൾ കടന്നു വരുന്നുണ്ടോ അന്ന് നമ്മുടെ ജീവിതം ഹൈറാകും. നാളെ പരലോകത്ത് നമുക്ക് രക്ഷ ഉണ്ടാവും. ഒരാളും നമ്മളെ സഹായിക്കാൻ ഉണ്ടാവില്ല കേട്ടോ. അതാണ് പരലോകത്തിലെ അവസ്ഥ. ഇപ്പം ഇവിടെ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ട് നമുക്കുണ്ടെങ്കിൽ, നമ്മെ സഹായിക്കാൻ നമ്മുടെ കൂട്ടുകാരനുണ്ട്, കൂട്ടുകാരിയുണ്ട്. ഇനി ആരും നമ്മെ സഹായിക്കാനില്ലെങ്കിലും ഈ ലോകം മുഴുവനും ഒരു പക്ഷേ ആളുകൾ നമ്മെ സഹായിക്കും.
എന്നാൽ പരലോകത്തിന്റെ അവസ്ഥ എന്തെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? അവിടെ എത്തിപ്പെടുന്ന സന്ദർഭങ്ങളിലൂടെ യുബസ്വറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനീ വസ്വാഹിബതിഹി വഅഖീഹി വഫസ്വീലതിഹി അല്ലതീ തുവീഹി വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജീ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പൊന്നു ഉപ്പമാരെ, ഉമ്മച്ചിമാരെ, നമുക്ക് നമ്മുടെ മക്കള് വലിയ സമ്പത്തല്ലേ? നമുക്ക് നമ്മുടെ പൊന്നോമന മക്കളെ വലിയ കാര്യമല്ലേ? നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഉമ്മ ഉപ്പ എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നോമന മക്കള് നമ്മൾ വാരിപ്പുണരുമ്പോൾ നമുക്കുണ്ടാകുന്ന കൗതുകവും ആനന്ദവും സന്തോഷവും എത്രയാണ് അല്ലേ? എത്രയാണ്! എന്നാ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, രക്ഷിതാക്കളെ, ഈ മക്കളും മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും ഭാര്യയും ഭർത്താവും എല്ലാം നാളെ പരലോകത്ത് കടന്നു വരുന്ന ഒരു രംഗമുണ്ട്. നാളെ പരലോകത്ത് കടന്നു വരുന്ന ഒരു രംഗമുണ്ട്. അന്ന് ഒരു ഉമ്മക്കും ഒരു മകനെ ആവശ്യമില്ല, ഒരു ഉപ്പക്കും ഒരു മകനെ ആവശ്യമില്ല, ഒരു ഭാര്യക്കും ഒരു ഭർത്താവിനെ ആവശ്യമില്ല, ഒരു ഭർത്താവിനും അവന്റെ സഹധർമ്മിണിയെ ആവശ്യമില്ല. കത്തിയെരിയുന്ന നരകം ഇങ്ങനെ കാണുമ്പോ കുറ്റവാളികളായിട്ടുള്ള ആളുകൾ റബ്ബിനോട് പറഞ്ഞു പോകുന്ന അവസ്ഥ എന്താ? പടച്ചോനെ, കത്തിയെരിയുന്ന നരകത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ? ഞാൻ എൻ്റെ മക്കളെ വിട്ടു നൽകാം. ഇവിടെ നമ്മുടെ മക്കൾ നമുക്കാരായിരുന്നു? ഇവിടെ നമ്മുടെ മക്കൾ നമുക്കാരായിരുന്നു? ഇത് ചിന്തിക്കേണ്ടത് ഈ ഒരു സന്ദർഭത്തിലാ, ദുനിയാവിന്റെ ജീവിതത്തിലാ പ്രിയപ്പെട്ടവരെ. നമ്മുടെ മക്കൾ നമുക്കാരായിരുന്നു അല്ലേ? അവരുടെ ശരീരത്തിൽ ഒരു മുറിവാകുന്നത് പോലും സഹിക്കാൻ കഴിയാത്ത നമ്മള്, ഒരു മണ്ണാകുന്നത് പോലും സഹിക്കാൻ കഴിയാത്ത നമ്മള്, പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് പറഞ്ഞു പോകാണ്, അല്ലാ എൻ്റെ മക്കളെ ഞാൻ വിട്ടു നൽകാം, എന്നെ ഒന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവോ? ഇതൊരു സത്യമാണ് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ നമ്മളോട് പ്രഖ്യാപിക്കുന്ന സത്യം. അവിടുന്ന് അങ്ങോട്ട് മനുഷ്യൻ പറഞ്ഞു പോവുകയാ, എൻ്റെ സഹധർമ്മിണിയെ ഞാൻ വിട്ടു നൽകാം, എൻ്റെ സഹോദരനെ ഞാൻ വിട്ടു നൽകാം. അവസാനമായി മനുഷ്യൻ പറഞ്ഞു പോകുന്നു, വമൗ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജീ. പടച്ചോനെ, ദുനിയാവിലുള്ളത് മുഴുവനും ഞാൻ വിട്ടുതരാം, എന്നെ ഒന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ? നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇതാണ് പരലോകം. ഈ ഒരു പരലോകത്തിന് വേണ്ടി അധ്വാനിക്കേണ്ടത് എവിടെ വെച്ചുകൊണ്ടാ? ഈ ദുനിയാവിൻ്റെ ജീവിതത്തിൽ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മരണം എവിടെയാണ്, എപ്പോൾ, എങ്ങനെ എന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല അല്ലേ? നമ്മുടെയൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്കറിയാലോ. അതന്നെ ചില ആളുകൾക്ക് ചോദിച്ചാൽ പെട്ടെന്ന് കിട്ടൂല. നമ്മുടെ അവസ്ഥ അല്ലേ? നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പെട്ടെന്ന് ഒരാൾ ചോദിച്ചാൽ ഒരു പക്ഷെ നമുക്ക് പെട്ടെന്ന് കിട്ടൂല. എന്നാൽ നമ്മുടെയൊക്കെ മരണം എപ്പോഴാണ് നമുക്കറിയോ? ഇല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചെയ്ത കാരുണ്യമില്ലേ പ്രിയപ്പെട്ടവരെ? നമ്മുടെ മരണത്തിൻ്റെ അവസ്ഥയും തീയതിയും ആ ഒരു സന്ദർഭമൊക്കെ പറഞ്ഞു തന്നാൽ ഈ ദുനിയാവിൽ ഒരു ജീവിതം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? മക്കളോടൊത്ത്, ഭാര്യയോടൊത്ത്, കുടുംബക്കാരോടൊത്ത് കഴിയുന്ന ഒരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലല്ലോ. അല്ലാഹ് പറഞ്ഞു, വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. ഒരാൾക്കും അറിയുകയില്ലല്ലോ എവിടെ വെച്ചുകൊണ്ട് എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ, നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞത്, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന ആ മരണത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണേ എന്നാണ്. പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, നാട്ടുകാരെ, സഹോദരങ്ങളെ, ജീവിതത്തിലുടനീളം യാത്രയിലാണോ, സന്തോഷത്തിലാണോ, സങ്കടത്തിലാണോ, സഹതാപത്തിലാണോ, മരണത്തെക്കുറിച്ച് നീ ചിന്തിച്ചോ? മരണത്തെക്കുറിച്ച് ആലോചിച്ചോ? പ്രിയപ്പെട്ടവരെ, മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യതമന്നയന്ന അഹദുകുമുൽ മൗത്ത് മിൻ ദുർരി അസ്വാബ.
ജീവിതമാകുമ്പോൾ പ്രയാസമുണ്ടാകും, ജീവിതമാകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും, എത്രയോ മാരകമായി കൊണ്ടുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും, ജീവിതമാകുമ്പോൾ ശാരീരികമായി കൊണ്ടുള്ള പ്രയാസമുണ്ടാകും. തളർന്നു പോകരുത്. അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകൾ പറഞ്ഞു പോകരുത്. റബ്ബിന് ഇഷ്ടമില്ലാത്ത കേന്ദ്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും നന്നായി റബ്ബിനോട് മാത്രം ദുആ ചെയ്യുന്ന ഒരു പ്രകൃതമാണ് നമുക്കുണ്ടാകേണ്ടത്. ഒരു ഷെയ്ഖിനെയോ ഒരു ബീവിയെയോ ഒരു തങ്ങളെയോ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുവാൻ പാടുള്ളതെല്ലാം ആരോട് മാത്രം പ്രാർത്ഥിക്കണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളാരും നിങ്ങളെ ബാധിച്ച ഒരു വിഷമം കാരണം നിങ്ങൾ ഒരാളും മരണത്തെ കൊതിച്ചു പോകരുത് എന്നാണ്. എന്നാൽ നമ്മുടെ കേരളക്കരയിൽ എത്രയെത്ര ആത്മഹത്യ കേസുകളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കേട്ടതും നമ്മൾ അറിഞ്ഞതും. ഇപ്പം ഈ ഒരു സംസാരത്തിന് മുമ്പ് നടന്ന അഷ്റഫുക്കാടെ സംസാരത്തിൽ നമ്മൾ കേട്ടില്ലേ പ്രിയപ്പെട്ടവരെ, എത്ര ആത്മഹത്യകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തേ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ നടക്കാനുള്ള കാരണം? ജീവിതത്തിൽ ഒരു സമാധാനമില്ല, ജീവിതത്തിൽ ശാന്തിയില്ല, സുഖമില്ല, സൗഖ്യമില്ല. എപ്പോഴാണ് ശാന്തി ഉണ്ടാകുക? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ അവനക്ക് സമാധാനം ഉണ്ടാകുക എന്നറിയോ? ദീൻ അനുസരിച്ചു കൊണ്ട് ജീവിക്കുമ്പോഴാണ്, അള്ളാഹിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. അല്ലേ? ആ സത്യവിശ്വാസികളുടെ ഗുണം അല്ല പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് വിറക്കും. അല്ലേ? അപ്പൊ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളാരും മരണത്തെ ആഗ്രഹിച്ചു പോകരുത്. അങ്ങനെ നിങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലീ, പടച്ചോനെ എനിക്ക് ജീവിതമാണ് എനിക്ക് ഉത്തമമെങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണമേ. അല്ലാഹ് വതവഫനി ഇദാ കാനത്തിൽ വഫാതു ഖൈറൻ ലീ, പടച്ചോനെ എനിക്ക് മരണമാണ് ഉത്തമമെങ്കിൽ റബ്ബേ എന്നെ നീ മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനാണ് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചു പോയത്.